സെഷൻ സെപ്പറേറ്റ് തിരിക്കേണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ഞാനൊരു തീം അവതരിപ്പിച്ചാൽ അതിനെക്കുറിച്ചിട്ടുള്ള ഡിസ്കഷൻസ് നടത്താം. അതിനുശേഷം അടുത്ത തീം അവതരിപ്പിക്കുന്നു. അങ്ങനെ വിഷയത്തിന് എനിക്ക് പഞ്ഞൊന്നുമില്ല. അതുകൊണ്ട് നമുക്ക് 1 മണിക്കൂർ ആകുമ്പോഴത്തേക്ക് നിർത്താം എന്ന് വിചാരിക്കും. ഒരു കൊട്ടേഷൻ വായിക്കാം. Parenting can sometimes be a thankless job, especially during teenage days. It can be a lot of give and only a little take. കൗമാരഘട്ടത്തിൽ രക്ഷാകർതൃത്വം നന്ദി ലഭിക്കാത്ത ഒരു ജോലിയാണ്. ഒത്തിരി നൽകലും ഇത്തിരി തിരികെ ലഭിക്കലുമുള്ള പാവനമായ കാലം. അതാണ് ആദ്യമേ തന്നെ നമ്മൾ ചിന്തിക്കേണ്ടത്. ഇവിടെ ഉള്ളവരെ കൗമാരഘട്ടത്തിലുള്ള കുട്ടികളെ വളർത്തി വിട്ടവരുണ്ടാകാം, ഇനി കൗമാരത്തിലേക്ക് വരുന്ന കുട്ടികൾ ഉള്ളവരുണ്ടാകാം. അങ്ങനെ പല ആൾക്കാരാണ് ഇവിടെ നിൽക്കുന്നത്. അതുകൊണ്ട് ആദ്യമേ തന്നെ നമുക്കൊരു സ്റ്റേറ്റ്മെന്റ്, പലപ്പോഴും കൗമാരത്തിൽ ഒത്തിരി അങ്ങോട്ട് നൽകുന്നു, വളരെ കുറച്ച് ഇങ്ങോട്ട് കിട്ടുന്നു. അതിന് സാധാരണ പറയാറുണ്ട്, കാലിൽ ചിറകും മനസ്സിൽ തീയുമുള്ള കാലം എന്നാ പറയുന്നത്. കാലിൽ ചിറകും മനസ്സിൽ തീയുമാണ് നിൽക്കുന്നത്. അപ്പൊ അത് ഊഹിക്കാമല്ലോ, അതുപോലെ ഒരവസ്ഥ. മാത്രമല്ല, നമ്മുടെ കൗമാര കാലഘട്ടത്തിൽ എന്തായിരുന്നുവോ അത് ഇപ്പോഴത്തെ കുട്ടികളിൽ നിന്ന് എക്സ്പെക്ട് ചെയ്യാൻ പാടില്ല. അതൊരു മുൻപന്തി വിധിയായിട്ട് നമ്മളെ ബാധിക്കും. നമ്മുടെ ലക്ഷ്യം എന്ന് പറയുന്നത് ഒരു ഇൻസ്പയർഡ് പേരന്റിങ് നൽകാൻ എന്നതാണ്. ഇൻസ്പയർഡ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഇൻസ്പിരേഷൻ്റെ ഒരു വാക്കാണ്. ഇൻസ്പിരേഷൻ കൊടുക്കുക എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? ഇൻസ്പയർഡ് അല്ലെങ്കിൽ ഇൻസ്പിരേഷൻ എന്ന വാക്കുണ്ടായിരിക്കുന്നത് ബിബ്ലിക്കൽ വേർഡാണ്. സ്പിറാറെ എന്ന വാക്കിൽ നിന്നാണ് ഇൻസ്പിരേഷൻ. സ്പിറാറെ എന്ന് പറഞ്ഞാൽ ഊതുക എന്ന അർത്ഥം. സ്പിറാറെ ഇന്നാണ് ഇൻസ്പിരേഷൻ. ഉള്ളിലേക്ക് ഊതുകയാണ് ഇൻസ്പിരേഷൻ. അവൻ മനുഷ്യനെ മണ്ണുകൊണ്ടുണ്ടാക്കി ഊതി എന്ന് പറയുന്നതാണ് ഇൻസ്പിരേഷൻ. അപ്പൊ ജീവൻ കൊടുക്കലാണ് ഇൻസ്പയർഡ് പേരന്റിങ് എന്ന് പറയുന്നത്. ഇൻസ്പയർഡിന്റെ ഓപ്പോസിറ്റ് അറിയാമല്ലേ? എക്സ്പയർഡ്, കാറ്റ് പോയി. അപ്പോൾ ഈ എക്സ്പയർഡ് പേരന്റിങ്ങിനല്ല പ്രാധാന്യം, ഇൻസ്പയർഡ്. ഓരോ നിമിഷവും ജീവൻ ഇങ്ങനെ കൊടുത്തുകൊണ്ടുള്ള ഒരു പേരന്റിങ്ങിലേക്കാണ്. അപ്പൊ അതിൽ ഒന്നാമത്തെ നമ്മൾ ഒരു ഡിസ്കഷനുള്ള ഒരു തീമായിട്ട് ഞാൻ ഓർത്തത്, കരുതലും കാവലും വേണം, എന്നാൽ കയറിട്ട് ബന്ധിക്കരുത് എന്നതാണ്. കരുതലും കാവലും വേണം, കയറിട്ട് ബന്ധിക്കരുത്. ചിലരിങ്ങനെ പുറകെ നടക്കും, പിള്ളേരെ റിമോട്ട് കൺട്രോൾ പോലെ വ്യക്തിത്വത്തെ നശിപ്പിക്കും. കരുതലും കാവലും വേണം, പക്ഷെ കയറിട്ട് ബന്ധിക്കുന്ന പോലത്തെ ഒരവസ്ഥ ഉണ്ടാകരുത്. പല കാര്യങ്ങളും നിരൂപണ ബുദ്ധിയാ നമുക്കിങ്ങനെ ഒരു പുറകെ നടക്കുന്ന ചിന്ത ചിലരുണ്ട്. ചില പേരൻസിനെ എനിക്ക് തോന്നിയിട്ടുണ്ട്, അവരെ മുന്നോട്ട് നയിക്കുന്നതിന് പാസ്റ്റ് എന്ന് പറയുമ്പോൾ പണ്ടുണ്ടായിരുന്ന നിരാശകളും പ്രയാസങ്ങളും പ്രതിസന്ധികളും ഒക്കെ കണ്ടുപോകാനാണ് നമ്മളെ വിളിച്ചത്. അത് ഇനി പിള്ളേരോട് പറഞ്ഞുകൊണ്ട് നടക്കുകയും ചെയ്യും. ഞാൻ ഇന്നലെ അതേക്കുറിച്ചൊന്നും പറഞ്ഞതാണ്. കുട്ടികളെ പല കാര്യങ്ങളും നിർബന്ധിച്ച് പിടിച്ചിട്ട് ജയിക്കേണ്ട കാര്യമുണ്ടോ എന്നുള്ള ഒരു ഡിസ്കഷനുള്ള വിഷയമാണ്. ഞാൻ ഒരിക്കലും ഒരു സെമിനാരിൽ പോയി, ഓർത്തഡോക്സ് സെമിനാരി അല്ല, CMI-കാരുടെ സെമിനാരി. അപ്പൊ അവിടെ ചെന്നപ്പോൾ ഞാൻ കണ്ട കാഴ്ച, അവിടെ ഒരു വല്യച്ഛനും ഉണ്ട്, കൊച്ചച്ഛനുമാണ്. അപ്പൊ ഈ വല്യച്ഛൻ ഇങ്ങനെ ഒരിടത്ത് ഇങ്ങനെ ഇരിക്കുകയാണ്, കൊച്ചച്ഛൻ ഒരു പട്ടിയെ ഓടിക്കുക. എന്നിട്ട് ഞാൻ കണ്ട കാര്യം, ഈ പട്ടിയെ ഓടിച്ചിട്ട് പിടിച്ച് വല്യച്ഛന്റെ കൈ കൊടുക്കും. അപ്പൊ വല്യച്ഛൻ ഇങ്ങനെ ബലമായി പട്ടിയെ പിടിച്ചിട്ട് എന്തൊക്കെയോ ചെയ്യുക. അപ്പൊ ഞാനിത് എന്താ സംഭവം ചോദിച്ചപ്പോൾ എന്നോട് കൊച്ചച്ഛൻ പറഞ്ഞു, കുറച്ചു നേരമായി തുടങ്ങിയിട്ട് ഈ പട്ടി 2 ആഴ്ചയായി ഭക്ഷണം കഴിച്ചിട്ടും വയറ്റിൽ നിന്ന് പോയിട്ടു. ഇപ്പൊ മൃഗാശുപത്രിയിൽ ചെന്നപ്പോൾ ഒരു കുപ്പി മരുന്ന് കൊടുത്തിട്ട് രാവിലെ ഉച്ചയ്ക്കും വൈകിട്ടും 2 തുള്ളി വെച്ച് കൊടുക്കാൻ പറഞ്ഞിരിക്കുക. പട്ടിക്കറിയത്തില്ലല്ലോ ഇത് മരുന്നാണ്. അപ്പൊ കൊച്ചച്ഛൻ ഓടിച്ചിട്ട്, ഞാൻ മുമ്പ് കോഴിയെ പിടിച്ച കഥ പറഞ്ഞ പോലെ, കൊച്ചച്ഛൻ ഓടിച്ചിട്ടിട്ട് പട്ടിയെ പിടിച്ച് വെല്ലിച്ചന്റെ കൈ കൊടുക്കും. വെല്ലിച്ചൻ പതുക്കെ ഇങ്ങനെ പട്ടിയുടെ തുറന്നിട്ട് കൊച്ചച്ഛൻ അപ്പോഴത്തേക്ക് സ്പൂണിൽ 3 തുള്ളി എടുത്ത് ഇങ്ങനെ കൊണ്ടുവന്ന് പട്ടിയുടെ അടുത്ത് കൊണ്ടു ഒറ്റച്ചാട്ടം പട്ടി. സ്പൂണും പോയി, മരുന്നും പോയി. വീണ്ടും പറയും പിടിയട പട്ടിയെ എന്ന് പറയും. ഉടനെ കൊച്ചച്ഛൻ ഓടി വീണ്ടും പട്ടിയെ പിടിക്കും.
പട്ടിയെ പിടിച്ച് വലിച്ചൻ്റെ കയ്യിലോട്ട് കൊടുക്കുന്ന കാലുകൊണ്ടൊക്കെ ഇങ്ങനെ ഞെക്കി പിടിച്ച് വാ തുറന്ന് വീണ്ടും ഒരു സ്പൂണിൽ മരുന്നെടുത്ത് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കും. പട്ടി അത് തട്ടിത്തെറിപ്പിക്കും. ഇത് 4 or 5 പ്രാവശ്യമായപ്പോഴത്തേക്ക് വെല്ലിച്ചനും എടുത്തു, കൊച്ചനും എടുത്തു. അപ്പൊ എന്ത് ചെയ്തു? വെല്ലിച്ചൻ പറഞ്ഞു, ഒന്നാ ഒരു കാര്യം ചെയ്യും, ഈ സ്പൂണിനകത്ത് കൊടുക്കുന്നത് അതിനകത്തെ പ്രശ്നം, അതുകൊണ്ട് നീ കുപ്പിയോടെ കൊടുക്കാം എന്ന് പറഞ്ഞ് കുപ്പി കൈ പിടിച്ചു. പട്ടിയെ ഓടിച്ചിട്ട് പിടിച്ച് വെല്ലിച്ചന്റെ കൈ കൊടുത്തു. വാ പൊളിച്ച് മരുന്നിങ്ങനെ ഒഴിച്ചു കൊടുക്കുകയും പട്ടി ഒറ്റച്ചാട്ടം. കുപ്പി പൊട്ടി, അത് ചില്ലുകുപ്പി, അത് പൊട്ടി ഒരു കല്ലുവെള്ളം പൊട്ടി മരുന്നെല്ലാം ഇങ്ങനെ ഒഴിച്ചു പോവുക. പട്ടി ഓടിച്ചെന്ന് അത് നാക്കി കുടിക്കുക. മനസ്സിലായല്ലോ? ആര് പറഞ്ഞു ഇതിനെ ഇങ്ങനെ പിടിച്ചിട്ട് കൊടുക്കണം? ആരൊക്കെ പറഞ്ഞു? പട്ടിക്കൊരു പാത്രത്തിൽ ഇങ്ങനെ ഒഴിച്ചു കൊടുത്താൽ മതിയായിരുന്നു. പക്ഷെ നമ്മുടെ ഒരു കാരണം പട്ടിയല്ലേ ഇതിനെ പിടിച്ചിട്ട് മരുന്ന് കൊടുക്കും. രക്ഷാകർത്തൃത്വം പലപ്പോഴും ഇതുപോലെയാണ്. ഇവിടെ ഒരു കൊച്ചു പറയാം, സാറേ എൻ്റെ വീട്ടിൽ രാവിലെ റെയിൽവേ സ്റ്റേഷൻ പോലെ ചെന്ന ചായ 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 എന്ന് പറഞ്ഞാൽ അമ്മ ചായ കുടി ചായ കുടി ചായ പുറത്തേ ഇതവിടെ വെച്ചാൽ എടുത്ത് കുടിച്ചിട്ട് വെക്കുള്ളൂ. പക്ഷെ നമ്മൾ എന്ത് കാര്യമാണെങ്കിലും നിർബന്ധിക്കും തോറും അതിനോടുള്ള ഒരു റെസിസ്റ്റൻസ് നമുക്ക് കൂടും. നിർബന്ധിക്കുമ്പോൾ റെസിസ്റ്റൻസ് സൈക്കോളജിക്കലാണ്, ഓൺ ഫീലിംഗ് വരുന്നില്ല. പലപ്പോഴും കുട്ടികളെ പുറകെ നടന്ന് ഇങ്ങനെ ചെയ്യിക്കാൻ ശ്രമിക്കും. കേരളത്തിൽ നടന്ന ഒരു സ്റ്റഡിയുടെ ഒരു റിസൾട്ട്, ഇന്ത്യയിലെ ഏറ്റവും അധികം പേരൻസ് കൗമാരക്കാരെ സ്നേഹിക്കുന്ന സംസ്ഥാനമാണ് കേരളം. ഇന്ത്യയിലെ ഏറ്റവും അധികം കൗമാരക്കാര് മാതാപിതാക്കളെ വെറുക്കുന്ന സംസ്ഥാനം കേരളം. അപ്പൊ ഇത് തമ്മിലൊരു വൈരുദ്ധ്യമാണ്. ഇതെങ്ങനെ സംഭവിച്ചു? ഒരു വശത്തൂടെ സ്നേഹിക്കാൻ ശ്രമിക്കുന്നു, മറുവശത്തൂടെ എതിർപ്പിന്റെ ഒരു ഇത് കാണുന്നു. ശരിക്കും ഇറിറ്റേറ്റ് ചെയ്യുകയാണ്. അവരുടെ സ്വാതന്ത്ര്യത്തെ നമ്മൾ ഹനിക്കാൻ ശ്രമിക്കുന്നു. റിലാക്സ് ചെയ്ത് ചെയ്യാൻ നമുക്കറിയില്ല കുട്ടികളെ വളർത്താൻ. പണ്ട് പറയുക, തിരുവല്ലക്കാരൊക്കെ ഇവിടെ ഉണ്ടോ? തിരുവല്ലയ്ക്ക് അപ്പുറത്തൊക്കെ ഉള്ളവരുടെയൊക്കെ ആവും. അവിടെ ഒരു പ്രത്യേകത തന്നെ, തിരുവല്ലയ്ക്ക് അങ്ങോട്ടേക്ക് ഒത്തിരി കഥകളിയൊക്കെ നടക്കുന്ന സ്ഥലം. ഈ കഥകളിയെ പറ്റി പറയുന്നു, മുടിഞ്ഞ കൂത്ത് ഇരുന്ന് കാണണം. കേട്ടിട്ടുണ്ടോ? മുടിഞ്ഞ കൂത്ത് ഇരുന്ന് കാണണം. കൂത്തെന്ന് പറഞ്ഞാൽ കഥകളിയാണ്. ഈ കഥകളിക്ക് പോവുകയും ചെയ്യും, എന്നിട്ട് ഇതൊരു മുടിഞ്ഞ കൂത്താണെന്ന് പറഞ്ഞിരിക്കുന്നത് കാണുന്നത്. എന്നാൽ വരാതിരിക്കും അതുമില്ല. മനസ്സിലായില്ലേ? പിള്ളേരുണ്ടെങ്കിൽ ശരിക്കും ഭയങ്കര ടെൻഷനാണ് ചിലർക്ക്. ഒരു മുടിഞ്ഞ കൂത്ത് പോലെ 2-3 പിള്ളേർ. എനിക്ക് 3ാമതൊരു കൊച്ചുണ്ടായിരുന്നു. ഒത്തിരി പേർക്ക് വലിയ പ്രയാസമായി പോയി. കാരണം അതിലെങ്ങനെ ഇനി ഇതിനെ വളർത്തുമെന്ന്. അപ്പൊ ഒത്തിരി ഡോക്ടറിന്റെ അടുത്ത് വന്നു, ഇനി 1 തുടങ്ങണ്ടേ? തുടങ്ങണം. എങ്ങനെ വലിയ പാടല്ലേ? ഞാനും പറഞ്ഞു, ഞങ്ങൾക്ക് പാടൊന്നുമില്ല. എല്ലാവരും വന്ന് ചോദിക്കുന്നതാണ്, ഈ കുഞ്ഞിനെ നിങ്ങൾ ഇനി എങ്ങനെ വളർത്തിയെടുക്കും? ഞങ്ങളിപ്പോൾ ഓരോ ദിവസവും ഈ പറഞ്ഞ പോലെ ഫർണീസായാണ് ഞങ്ങളുടെ വീട്ടിൽ കുഞ്ഞുള്ളതുകൊണ്ട്. 1 വയസ്സോ 1 മാസമോ ആയതേ ഉള്ളൂ. ഫോൺ വിളിച്ചപ്പോൾ എന്നെ ഇങ്ങനെ വിളിച്ച് എൻ്റെ പേരൊക്കെ വിളിച്ച് പറയുന്നത് ഞാൻ കേട്ടു. ശരിക്കും ഈ ജീവിതം മുടിഞ്ഞ കൂത്തല്ല പിള്ളേരെ വളർത്തുന്നത്, ആസ്വദിച്ച് ചെയ്യുന്നത്. കൗമാരക്കാരാകുമ്പോഴത്തേക്ക് കൂത്ത് മാറി കൂടിയാട്ടവും കൂടെ ആവും. ഭയങ്കരമായ പ്രശ്നമാണ്. ഈ കൗമാരക്കാരുമായിട്ട് ഈ ഒരു ഡൈനമിക് ബാലൻസിങ് നടത്താനായിട്ട് പലപ്പോഴും പറ്റാത്തത് കൊണ്ടാണ്. ശരിക്കും ഈ ശിക്ഷകൾ കൊടുക്കുന്നത്, അടിക്കുന്നത്, ശിക്ഷ വേണ്ട, ശിക്ഷണമാണ് വേണ്ടത്. ശിക്ഷ കൊടുക്കും, ശിക്ഷണമല്ല. ഇത് രണ്ട് കാര്യങ്ങളാണ്. ഇപ്പൊ കൗമാരക്കാരുടെ പുറകെ നടക്കുന്നത്, ഇവരെ ഇറിറ്റേറ്റ് ചെയ്യുന്നത്, ഇവരെ വളർത്തുന്നത് വലിയൊരു പീഡ പോലെ കാണുന്നത് ഒക്കെ കൗമാരക്കാരെ നമ്മളിൽ നിന്ന് അകത്താൻ കാരണമാകും എന്നുള്ളതാണ് 1ാമത്തെ തീം. അതിനെക്കുറിച്ച് 1-2 കാര്യങ്ങൾ നിങ്ങൾക്ക് ചോദിക്കാനുണ്ടെങ്കിൽ ഇപ്പോൾ ചോദിക്കും. അപ്പം അത് തന്നെ ആവണമെന്നൊന്നുമില്ല. നമുക്കങ്ങനെ ഇൻട്രാക്റ്റീവായിട്ട് ഈ സെഷൻ പോകാമെന്ന് വിചാരിക്കുന്നു. ഞാൻ പറഞ്ഞതിനോട് എതിരഭിപ്രായമൊക്കെ ഉണ്ടാകും, തീർച്ചയായിട്ടും പറയാം. ഞാൻ പറയുന്നതാണ്. ഇതിൻ്റെ നിങ്ങൾ അത്രയും അറിവുള്ള ഒരാളെന്നല്ല ഞാൻ. നിങ്ങളുടെ ഡിസ്കഷൻസ് ഒക്കെ കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി ഇവിടെ വരേണ്ടിയിരുന്നില്ല എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് നല്ല അറിവുള്ളവരായിരുന്നു. എന്നാലും നിങ്ങൾക്ക് പലപ്പോഴും എന്തെങ്കിലുമൊക്കെ കോൺട്രിബ്യൂട്ട് ചെയ്യാനായിട്ടുണ്ടാവുമല്ലോ. സിമ്പിൾ വേർഡ്സിൽ കൗമാരക്കാരെ കരുതിന് കാവലും, പക്ഷെ കയറിട്ട് ബന്ധിക്കരുത്. അതിനെക്കുറിച്ച് എന്ത് പറയുന്നു? സാറേ, ഒരു സംശയം. കൗമാരക്കാരെ പറഞ്ഞിട്ട് നമുക്ക് പറയുന്ന മുഴുവൻ കാര്യങ്ങളും അതേപടി വിട്ടുകൊടുക്കുന്നുണ്ട്.
സാറ് പറഞ്ഞത് ശിക്ഷണ വേണ്ടി ശിക്ഷയ്ക്ക് വേണ്ടി എന്ന് പറഞ്ഞു. പക്ഷേ ഈ ശിക്ഷയെ ഒരിക്കലും നടപ്പിലാക്കിയില്ലെങ്കിൽ ഇവരെ ഈ ശിക്ഷണം സ്വീകരിക്കണം നിർബന്ധമുള്ളൂ. കാരണം ഇവരെ അവർ പറയുന്ന പോലെ എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കുക, അതേസമയം നമ്മൾ പറയുന്നതിന് വിരക്തി തോന്നുക. അങ്ങനെ ആകുമ്പോൾ എങ്ങനെയാണ് ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാനായിട്ട് സാധിക്കും? വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ഇത് തമ്മിലുള്ള ശിക്ഷയും ശിക്ഷണവും തമ്മിലുള്ള ഡിഫറൻസ്? ശിക്ഷ എന്ന് പറഞ്ഞാൽ ചെയ്ത തെറ്റിന് അപ്പോൾ തന്നെ കൊടുക്കുന്ന പ്രതി നടപടിയാണ് ശിക്ഷ. ശിക്ഷണം എന്ന് പറഞ്ഞാൽ വളരാനും വളർത്താനും വേണ്ടി ലോങ് റണ്ണിൽ എക്സ്പെക്ട് ചെയ്യുന്ന സംഭവം. ഇപ്പോൾ ഒരു തെറ്റ് കാണിച്ച് ഉടനെ രണ്ടെണ്ണം വെച്ചു കൊടുക്കുന്ന ഒരു അവകാശം തരാറിയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അങ്ങനെ ചെയ്തു കഴിയുന്നതിനും നല്ലത് കുറച്ചും കൂടി ശിക്ഷണ രീതികളിലേക്ക് പോകുന്നതാണ്. ഫോർ എക്സാമ്പിൾ, ഒരു തെറ്റ് കാണിച്ചു, നമുക്ക് ശിക്ഷിക്കാതിരിക്കാൻ പറ്റിയ ഒരു അടി മാത്രമാണല്ലോ ശിക്ഷ. ഇന്ന് ഈവനിങ്ങിൽ ഒരു ക്ലബിൽ പോകുക അല്ലെങ്കിൽ ഒരു മാരേജ് ഫംഗ്ഷനിൽ പോകുന്നു, നീ പോരണ്ട. കാരണം നമ്മൾ തമ്മിലൊരു കോൺട്രാക്ട്, നീ അത് ലംഘിച്ചു. ക്ഷേമത്തോടുകൂടി ഞാൻ പറയുക, അത് ലംഘിച്ച ഒരു കാര്യമാണ്. അതുകൊണ്ട് നിനക്ക് അതിനകത്ത് വരാനായിട്ടുള്ള ഒരു അവകാശമില്ല. ചിരിച്ചോട് പറയാൻ പറ്റുമോ? അത് ശിക്ഷണത്തിൻ്റെ രീതിയാണ്. ഞാനത് പറയാൻ അടിക്കരുതെന്നൊന്നല്ല. പക്ഷെ എങ്ങനെയോ നമ്മുടെ ടെൻഷൻ കൊണ്ട് ഈ അടിയൊക്കെ വിരുദ്ധ സ്വഭാവമാണ്. നമ്മൾ എന്താണ് ഉദ്ദേശിച്ചത് അതിന് വിരുദ്ധമാണ്. നമ്മുടെ ടെൻഷൻ തീർക്കാൻ വേണ്ടി നമ്മൾ അടിക്കുന്ന പോലെയാണ് ആയി മാറുന്നുണ്ടോ എന്ന് ചിലപ്പോൾ സംശയം തോന്നും. ഒരു അടിക്ക് കൊടുക്കുന്നതിനോ ഒരു കിക്ക് കൊടുക്കുന്നതിനോ ഒന്നും കുഴപ്പമുണ്ടായിട്ടാണ് ഞാൻ പറഞ്ഞത്. കൂടുതലും അത് നമ്മുടെ ഉദ്ദേശശുദ്ധിക്ക് ചിലപ്പോൾ വിരുദ്ധ സ്വഭാവം കാണിച്ചെന്ന് വരാം. അടുത്ത സമയത്തായിട്ട് കേൾക്കുന്ന ഒരു പുതിയ ചിന്താഗതിയാണ്. അതായത് കുട്ടികളെ നമ്മളിങ്ങനെ നല്ലതൊക്കെ പറഞ്ഞു എപ്പോഴും നീ നല്ല രീതിയിലുണ്ടെന്നൊക്കെ പറഞ്ഞു എപ്പോഴും അത് തന്നെ റിപ്പീറ്റ് ചെയ്ത് അവരെ അപ്രിഷ്യേറ്റ് ചെയ്തുകൊണ്ട് അവരെ പ്രോഗ്രസ് ചെയ്യാൻ ചെയ്യണം. പണ്ട് കാലത്ത് അങ്ങനെ ഇല്ലായിരുന്നു. അപ്പോൾ സാറ് പറഞ്ഞ പിന്നെ പഴയ കാലത്തെ ചിന്താഗതി നടക്കുന്നില്ല പുതിയ കാലത്ത്. അപ്പം എൻ്റെ തോന്നുന്നൊരു കുറിപ്പിനനുസരിച്ച് നമ്മൾ പൊതുവെ നല്ല കാര്യങ്ങളാണ് കൊച്ചിനോട് ഇതൊക്കെ പറയും. അവസാനം കൊച്ചിൻ്റെ ഒരു വിചാരം ഇപ്പം സംഭവം ഏകദേശം മെഡിക്കലായി അല്ലെങ്കിൽ മെഡിക്കലായി ഈ ഒന്നും ചെയ്യാനില്ല എന്നുള്ള മട്ടിലായിട്ട് പോയിക്കൊണ്ടിരിക്കും. പല രീതിയിലും കാണുന്നുണ്ട്. ഞാൻ ചോദിക്കുന്നത് ഒരു പുതിയ ചിന്താഗതി അല്ലേ ശരിക്കും പറഞ്ഞാൽ ഈ അപ്രിഷ്യേറ്റ് ചെയ്തോണ്ടിരിക്കണമെന്നുള്ള ചോദ്യം. അങ്ങനെ ഒരു ചിന്താഗതിയുടെ ഹിസ്റ്റോറിക്കൽ ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുന്നത് കാൾ റോജർ എന്ന് പറയുന്ന ഒരു സൈക്കോളജിസ്റ്റ് സൈക്കോ അനലിറ്റിക്കൽ അപ്രോച്ച് ഒക്കെ കൊണ്ടുവന്നപ്പോൾ അതിനോട് കൂടെ ചേർന്ന് ഹ്യൂമനിസ്റ്റിക് അപ്രോച്ച് എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടായി. 70-കളിൽ കൂടുതൽ സ്ട്രോങ് ആയി. അതിൻ്റെ ബേസിക് തിയറി എല്ലാ ഹ്യൂമൻ ബീയിങ്ങും നല്ലവരാണ്, ആരും മോശക്കാരില്ല. അവരുടെ പൊട്ടൻഷ്യാലിറ്റിയെ കാണിച്ചു കൊടുത്താൽ മതി. തിന്മ പ്രവർത്തിച്ചുകൊണ്ട് ഒരുത്തനെ നന്മയിലേക്ക് കൊണ്ടുവരാൻ പാടാണ് എന്നാണ് ആ ഫിലോസഫിയുടെ ഒരു ബേസിസ്. കാൾ റോജേഴ്സ് എന്ന് പറയുന്നതാണ്. അതിനെ കൂട്ടുപിടിച്ചതുകൊണ്ടാണ് പിന്നീട് വന്ന ഒത്തിരി തിയറീസ് എഡ്യൂക്കേഷണൽ സൈക്കോളജിയിലേക്ക് ഒത്തിരി ഇൻഫ്ലുവൻസ് ചെയ്തിട്ട് പോസിറ്റീവ് ആയിട്ടുള്ളതിനെ ഹൈലൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നെഗറ്റീവ് ആയിട്ടുള്ളത് പതുക്കെ പതുക്കെ മാറും എന്ന തലത്തിലേക്ക് വന്നത്. അപ്പൊ ഈ പോസിറ്റീവായിട്ട് എന്തുകൊണ്ടാണ് പണ്ട് പറയാതിരുന്നതെന്ന് ചോദിച്ചാൽ, ഒന്ന് പോസിറ്റീവായിട്ട് പറയണം, അത് വളർച്ച ഉണ്ടാക്കുന്നതാണെന്നുള്ളത് നമ്മുടെ പേരൻസിന് അത്ര ഗ്രാഹ്യമില്ലായിരുന്നു. ഒന്ന്. രണ്ട്, ഇപ്പോഴത്തെ സ്ഥിതിയെല്ലാം 1-2 പേരൊന്നും അല്ല, നെല്ലിക്കാറ്റായിട്ട് മാറ്റിയിട്ട് പോലെ പിള്ളേരാണ് 5-8 എണ്ണം മിനിമം ഉള്ളത്. അതിനിടയിൽ ഒരു തിയറി ഒന്നും ആവർത്തിക്കപ്പെടാകുന്നില്ല. പിന്നെ ഇപ്പം ചോദ്യത്തിന്റെ ഒരു ഉത്തരം എന്ന നിലയിൽ ഇത് സമയം ബാലൻസിങ് ആണ് നല്ലത്. എപ്പോഴും ഇങ്ങനെ നീ കൊള്ളാൻ പിടിക്കുക എന്ന് തന്നെ പറഞ്ഞുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ കുട്ടി തന്നെ വിചാരിക്കും എനിക്ക് ഇമ്പ്രൂവ് ചെയ്യാനൊന്നുമില്ല. അങ്ങനെ ഒരു ആറ്റിറ്റ്യൂഡ് എടുക്കുകയും ചേഞ്ച് വരുത്തേണ്ടതിന് ചേഞ്ച് വരുത്താൻ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. നല്ല ആള് തന്നെ. അതല്ലെങ്കിൽ സംഭവിക്കുന്നത് എനിക്കെന്തോ കുട്ടിയുടെ പ്രവൃത്തി വേറെ കുട്ടി വേറെ, കുട്ടിയുടെ പ്രവൃത്തി വേറെ കുട്ടി വേറെ. പ്രവൃത്തിയെ നമ്മൾ നിരൂപണം നടത്തി ശിക്ഷിക്കുമ്പോൾ കുട്ടിക്ക് എന്തൊക്കെയാണ് അത് ഫീൽ ചെയ്യുന്നുള്ളത് അവൻ്റെ വ്യക്തിത്വത്തെ ബാധിക്കാതെ വരണം എന്നുള്ളതാണ്. ഞാനൊരു കാര്യം പെട്ടെന്ന് എൻ്റെ മനസ്സിൽ ഓർത്തത്,
നിങ്ങൾക്ക് പല രാജ്യത്തുള്ള ആൾക്കാരെയൊക്കെ നമുക്കറിയാമല്ലോ എന്നെക്കാട്ടിലും. ഈ കേരളീയർക്ക് മാത്രം ഈ സെൽഫ് എസ്റ്റീം എന്നെ കുറവ്. ചിന്തിച്ചിട്ടുണ്ടോ? ഞാൻ മിക്കവാറും എല്ലാ സംസ്ഥാനങ്ങളിലും പോയിട്ടുണ്ട്. ഒരു ഡിസ്കഷൻ എഴുന്നേറ്റ് സംസാരിക്കാൻ പറഞ്ഞാൽ ലാസ്റ്റ് വരുന്ന കേരളീയർ. ഒരു വിദ്യാഭ്യാസം ഇല്ലാതെ ബംഗാളികൾ, പഞ്ചാബികളൊക്കെ ചാടി 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 ഇവരെ സെൽഫ് എസ്റ്റീമിലേക്ക് വരുന്നത് നമ്മൾ കാണാം. എന്താ, നമ്മളെ പോലെ കറക്റ്റ് ചെയ്ത് അവരാരും പുറകെ നടക്കാനില്ല. നമ്മുടെ മുന്നേ വരുമ്പോൾ കുട്ടി ഇൻഫീരിയറാകുന്നുണ്ട് കരുതി. എൻ്റെ മകൻ എന്നോട് പറയാം, എന്തെങ്കിലുമൊക്കെ പ്രസംഗം പറയാനൊക്കെ പറയുമ്പോൾ അച്ചാരൻ അവിടെ ഇന്ന കാരണം എനിക്ക് പറയാൻ വന്നില്ല. പിന്നെ തിരിച്ചു വരുമ്പോൾ അച്ഛൻ നമ്മൾ പറഞ്ഞു തരത്തില്ലേ, ഞങ്ങൾ പറഞ്ഞിട്ട് എനിക്ക് പറഞ്ഞിട്ടൊക്കെ. അതുകൊണ്ട് അച്ഛനെ വിളിക്കുന്ന നല്ല ഞാൻ നന്നായിട്ട് പറഞ്ഞു തരുന്നു. അപ്പൊ ഈ നമ്മുടെ ഒരു പരിധി വരെ ഇവരെ ഇൻഫീരിയോറിറ്റി കോംപ്ലക്സിലേക്ക് കൊണ്ടുപോകുന്നുണ്ട്. നമ്മൾ അവരുടെ ഒരു സ്റ്റാറ്റസിനെ മാനിക്കാതിരിക്കുന്നുണ്ടെന്നുള്ള തോന്നൽ പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുണ്ട് നമുക്ക്. അതുകൊണ്ട് ഇത് ബാലൻസിംഗ് പോകണം. നന്മകൾ കൂടുതലും പറയണം. നമ്മുടെ വിദ്യാഭ്യാസമുള്ളവരായതുകൊണ്ട് കൂടുതൽ നന്മകളെ പ്രോത്സാഹിപ്പിക്കുന്നവരാണ്. ഇപ്പൊ കൗമാരക്കാർക്ക് പലപ്പോഴും അവർക്ക് ഒത്തിരി ഇൻഹിബിഷൻസ് ഉള്ളതുകൊണ്ട് ഓക്കെ എന്നുള്ള ചിന്തകളാണ് മനസ്സിലുണ്ട്. അപ്പൊ അത് കൂടുതൽ അവർക്കൊന്ന് ഫീഡ്ബാക്കിലൂടെ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ കൂടുതൽ ഒരു ഇമ്പ്രൂവ്മെന്റ് അവർക്ക് എത്തിച്ചു. രണ്ടാമത്തെ